ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന വിഷ്ണു സഹസ്രനാമോത്സവ യജ്ഞത്തിന് സമാപനം കുറിച്ച് CN രവി നടത്തിയ ശയന പ്രദക്ഷിണം ഭക്തിയുടെ വേറിട്ട മാതൃകയായി. പൊരിവെയിലും കല്ലും മുള്ളുമൊന്നും വകവയ്ക്കാതെ 1 കിലോമീറ്ററിലധികമുള്ള ശയനപ്രദക്ഷിണം കണ്ടുനിന്നവരിലും ഭക്തി ആറാടിച്ചു. 6 വർഷത്തോളമായി ക്ഷേത്രത്തിൽ ദിവസവും മുടങ്ങാതെ ശയനപ്രദക്ഷിണം നടത്തുന്ന രവി ഇത് 5ാം തവണയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തുകൂടെ ശയനപ്രദക്ഷിണം നടത്തുന്നത്. കുളിച്ച് ഈറനുടുത്ത് കിഴക്കേ നടയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷമാണ് ഉരുണ്ടു തുടങ്ങിയത്. ഗുരുവായൂരപ്പ വിഗ്രഹവുമായി നാരായണ നാമജപത്തോടെ 100ഓളം പേർ ശയനപ്രദക്ഷിണത്തെ അനുഗമിച്ചു. ചെരുപ്പിടാതെ നിലത്ത് കാലുകുത്താൻ പോലുമാകാത്ത നട്ടുച്ച സമയത്താണ് രവി ഷർട്ടില്ലാതെ പൊള്ളുന്ന വെയിലത്ത് ഉരുണ്ടത്. ശയനപ്രദക്ഷിണം കണ്ടുനിന്ന അന്യസംസ്ഥാനക്കാരടക്കമുള്ള ഭക്തരും തൊഴുകൈകളോടെ നാരായണ നാമജപത്തോടെ രവിയെ അനുഗമിച്ചു. ഭഗവാനെ ദർശിക്കാനുള്ള ഭക്തരുടെ വരികൾ രവിയുടെ ശയനപ്രദക്ഷിണത്തിന് വഴിമാറിക്കൊടുത്തു. അരമണിക്കൂറോളം നീണ്ട ശയനപ്രദക്ഷിണം ക്ഷേത്രം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു. കിഴക്കേ നടപ്പുരയിലെത്തിയതോടെ വേഗത്തിലായിരുന്നു പ്രദക്ഷിണം. കിഴക്കേ നടയിൽ തിരിച്ചെത്തി ഗോപുരത്തിനു മുന്നിൽ തൊഴുകൈകളോടെ നിന്ന രവിയെ തൊട്ടു നമസ്കരിക്കാൻ മത്സരബുദ്ധിയോടെ ഭക്തർ തിക്കിത്തിരക്കി. TCV ഗുരുവായൂർ.